ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദിസ് ഈസ് എജെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ മുട്ടയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇന്നൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. അതെ, ഇന്ന് നമ്മളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ഓഫീസിലൊക്കെ പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. വലിച്ചു നീട്ടുന്നില്ല, ഒരു ചെറിയൊരു എഗ് ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ വേണ്ടുന്നതായിട്ടുള്ള സാധനങ്ങൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, ചീസ് എടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എരിവ് ആവശ്യമെങ്കിൽ മാത്രം പച്ചമുളക് എടുക്കുക, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഓണിയൻ ചെറുതായിട്ട്, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടെ ക്യാരറ്റ് വേവിച്ചത്, അല്ലെങ്കിൽ പൊട്ടറ്റോ വേവിച്ചത്, അങ്ങനത്തെ ചെറിയ ചെറിയ ഗ്രീൻ പീസ് വേവിച്ചതും ഒക്കെ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് മെയിനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അത് നോൺ സ്റ്റിക്ക് പാൻ ആയിരുന്നു, ലാസ്റ്റ് അത് നോൺ സ്റ്റിക്ക് പാൻ അല്ലാതായിപ്പോയി. അപ്പോൾ അതിന് ക്ഷമിക്കുക. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. പാൻ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ലേശം ബട്ടർ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലേശം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ഇതായിക്കോട്ടെ. അപ്പൊ നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട നിങ്ങൾ അടിക്കുമ്പോഴുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഉപ്പ് ചേർക്കണ്ട. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു ലേശം കുറച്ച് ചേർക്കുക. കാരണം ചീസിൻ്റെ അകത്ത് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉപ്പ് കൂടുതലായിട്ട് വന്നാൽ പ്രശ്നമില്ല. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആയിക്കോട്ടെ. അപ്പൊ ഇതിന് ശേഷം നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ലൈറ്റായിട്ട് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ. ഒത്തിരി ഓണിയൻ്റെ ആ ഇത് ടേസ്റ്റ് വേണമെന്നുള്ളവർ ഈ മുട്ട അടിക്കുമ്പോൾ തന്നെ, മുട്ട നമ്മൾ എന്തുവാ ഗ്ലാസിനകത്ത് പൊട്ടിച്ച് അടിക്കത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലേശം ഓണിയനും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ലേശം ഓണിയൻ ചേർത്ത് കൊടുത്ത് തീ വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഇനി നമ്മൾ ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് ലേശം എരിവിരിക്കുന്നതിന് ഇഷ്ടം. അതിനുശേഷം കുരുമുളക് പൊടി, അതും ഒരു ലേശം മതി. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നല്ല ക്യാരറ്റും, നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റും അല്ലെങ്കിൽ പൊട്ടറ്റോയും ഒക്കെ ചേർത്ത് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അതിനുശേഷം സൈഡിങ്ങനെ നമ്മുടെ ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഞാൻ മടക്കി ഒന്ന് തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എഗ് ഓംലെറ്റ് ഇവിടെ, ചീസ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് മുറിച്ച് നോക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്, കട്ടക്കിടലായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണോ? സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. മിക്കവാറും എല്ലാവർക്കും ഇഷ്ടം, അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും എല്ലാവരും ഒന്നുകൂടെ, അറിയാത്തവരൊക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കണം. പറഞ്ഞ പോലെ ചീസിന് ഉപ്പുള്ളതുകൊണ്ട്. പിന്നെന്താ, എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കൂടെ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.